മോഹൻകുമാർ, ഇവിടെ ഈ ധനക്കമ്മി എന്നത് എപ്പോഴും ബജറ്റിന് മുമ്പുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ്. കഴിഞ്ഞ കുറേ ഡേറ്റുകൾ നമുക്ക് പരിശോധിച്ചാൽ 2019 9.3 ലക്ഷം കോടി രൂപയുടെ കമ്മിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് GDP-യുടെ 4.6 ആയിരുന്നു. 2021 18.18, അത് 9.2%. ഏറ്റവും ഒടുവിൽ 2023-24 ലക്ഷ്യം വെക്കുന്നത് 17.87 ലക്ഷം കോടിയുടെ കമ്മിയാണ്. അത് GDP-യുടെ 5.9% എന്നുള്ളതാണ്. പക്ഷേ ആദ്യത്തെ 9 മാസം കൊണ്ട് തന്നെ അത് 9 ലക്ഷം കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ചെലവ് ചുരുക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഈ ബജറ്റിന് പോകേണ്ടി വരുമോ? ഇവിടെ ഈ കമ്മി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സർക്കാരിന് ശേഖരിക്കാൻ പറ്റുന്ന, മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസിനേക്കാൾ കൂടുതൽ ചെലവ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം നിലനിൽക്കുന്നത് ലോകം മുഴുവനും അങ്ങനെ നിലനിൽക്കുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ കടം വാങ്ങി ചെലവഴിക്കുന്നതിനെതിരെയുള്ള ഒരു ഐഡിയോളജി തന്നെ ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ചെറിയ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ലോകത്ത് വ്യാവസായിക വിപ്ലവം ഉണ്ടായി വരുന്ന കാലഘട്ടത്തിൽ അന്ന് ജീവിച്ചിരുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഗവൺമെന്റുകളോട് പറഞ്ഞത് പരമാവധി നിങ്ങൾ സമ്പാദിക്കൂ, പരമാവധി നിങ്ങൾ സേവ് ചെയ്തതിനു ശേഷം ഗവൺമെന്റിന്റെ ജോലി ഇത് ചെലവഴിക്കുന്നത് എപ്പോഴും സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിക്കുക, ഗവൺമെന്റ് കടം വാങ്ങാതിരിക്കുക, ഏറ്റവും കൂടുതൽ മിച്ചം വയ്ക്കുന്ന ഗവൺമെന്റാണ് നല്ല ഗവൺമെന്റ് എന്ന് പറയുന്ന വളരെ പ്രാകൃതമായ ഒരു ചിന്ത ഒരു കാലത്ത് ഒരു 2 നൂറ്റാണ്ടിന് മുമ്പെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ 1929 ഡിപ്രഷനോടുകൂടി, ഗ്രേറ്റ് ഡിപ്രഷനോടുകൂടി ആ സിദ്ധാന്തം തന്നെ ഇല്ലാതെ തെറ്റാണെന്ന് തെളിഞ്ഞു. ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന ഗവൺമെന്റ് അത് ഏത് രീതിയിലായാലും അതാണ് ഏറ്റവും നല്ല ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെലവഴിക്കുമ്പോൾ ഒരു ഭാഗത്ത് കടം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ? ഇപ്പോൾ രാജ്യത്തിന്റെ കടം തന്നെ, ഇപ്പോൾ നരേന്ദ്രമോദി ഒരു ഭാഗത്ത് വികസനം എന്ന് പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇന്ത്യയുടെ കടം അത്രമേൽ വർദ്ധിച്ചു, പല മടങ്ങായി ഉയർന്നിരിക്കുന്നു. ഇതിനകത്ത് ഇവിടെ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നത്, കേന്ദ്ര സർക്കാർ 2003 പാസാക്കിയ ഒരു നിയമം സംസ്ഥാന സർക്കാരുകൾ അവരുടെ GSDP-യുടെ ഗ്രോസ് സ്റ്റേറ്റ് വരുമാനത്തിന്റെ 3% കൂടുതൽ കടം വാങ്ങരുത്. അങ്ങനെ കടം വാങ്ങുന്ന ഗവൺമെന്റുകളെ അവര് എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് നിരായുധരാക്കുകയാണ്. അങ്ങനെ സംസ്ഥാന ഗവൺമെന്റുകളുടെ കടം വാങ്ങി ചെലവഴിക്കാനുള്ള എല്ലാ അധികാരങ്ങളും എടുത്തു കളയുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ 5.9% അവരുടെ GDP-യുടെ 6% കടം വാങ്ങി ചെലവഴിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും. പക്ഷേ സാർ പറയുന്നിടത്ത് ഈ 2003 ആ ബിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാകുമ്പോൾ അന്നത്തെ സർക്കാരിന്റെ പ്രതീക്ഷ എന്നത് 2008 അത് പ്രാക്ടിക്കലാകും എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നീടുണ്ടായ നിരവധിയായ പ്രശ്നങ്ങൾ, ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ വലിയൊരു വളർച്ചയിലേക്ക് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് കോവിഡ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. അപ്പോൾ അന്നത്തെ ആ ലക്ഷ്യം ഇപ്പോഴും പ്രാവർത്തികമാകാനോ പാലിക്കപ്പെടാനോ സാധിച്ചിട്ടില്ലല്ലോ. അത് ശരിയാണ്. 2021-22 ബഡ്ജറ്റ് മുതൽ നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞു വരുന്നത് 4.5% നമ്മുടെ ഡെഫിസിറ്റ്, നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ 4% കൂടുതൽ ഒരിക്കലും നമ്മൾ കടം വാങ്ങില്ല എന്നാണ്. പക്ഷേ അത് ഇതുവരെ പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്കത് കൂടുതൽ ചെലവഴിക്കേണ്ടി വരുമ്പോൾ ഇതേപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റുകളെയും ഈ രീതിയിൽ അനുവദിക്കേണ്ടതുണ്ട്. അത് അനുവദിക്കുന്നില്ല എന്നുള്ളത് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നു. അത് ഒരു തരത്തിലുള്ള പക്ഷപാതപരമായ നിലപാടാണ്. അതാണ് കേരളമടക്കം ഇന്ന് ഉന്നയിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവിടെയാണ്. മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇത് ആർക്ക് വേണ്ടിയാണ് കടം വാങ്ങിക്കൂടാ എന്ന് പറയുന്നത്. അതായത് കടം വാങ്ങി ചെലവഴിച്ചു കഴിഞ്ഞാൽ IMF-ഉം വേൾഡ് ബാങ്കും എല്ലാം പറയുന്നത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ കടം വാങ്ങി ചെലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പണപ്പെരുപ്പ നിരക്ക് വളരെയധികം കൂടുകയും അങ്ങനെ ആഗോള മൂലധനം ആകർഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യും. ആഗോള മൂലധനത്തിന് അതുകൊണ്ട് നഷ്ടമുണ്ടാവും, അവിടെ റിയൽ ഇൻകത്തിൽ നഷ്ടമുണ്ടാവും. അതുകൊണ്ട് കടം വാങ്ങി ചെലവഴിക്കരുതെന്നാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ കടം വാങ്ങി ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അതില് ഇപ്പോഴും 5.9% GDP-യുടെ കടം വാങ്ങി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കടം 5 ട്രില്യൺ രൂപയായിരുന്നത് രൂപയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത് 15 വർദ്ധിച്ചിട്ടുണ്ട്. അതായത് കോവിഡിന് ശേഷമുള്ള
കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ശരി. കേന്ദ്ര സർക്കാരിന്റെ കടമെന്ന് പറയുന്നത് ഇപ്പോ രണ്ടിരട്ടിയിൽ കൂടുതൽ ഈ കഴിഞ്ഞ അതാണ് 2 ഞാൻ വർഷം താങ്കളോട് കൊണ്ട് ചോദിച്ചത്. രണ്ടിരട്ടിയിൽ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് ഇന്ന് ഏകദേശം 30 കോവിഡിന് മുമ്പെയുള്ള 2019 30% പലിശ നിരക്ക് നമ്മുടെ റവന്യൂ വരുമാനത്തിൽ 30% കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഏകദേശം 45% മുകളിൽ നിൽക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ കേന്ദ്ര സർക്കാർ ഒരു കടക്കണിയിൽപ്പെട്ട ഒരു സർക്കാരായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്.